ഹലോ, സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കുവാണ്. ഇന്ന് എനിക്ക് കോളേജിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഷൂട്ടിന് വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിപ്പോൾ നമ്മൾ തന്നെ ഒരുങ്ങണം. അതിനകത്ത് മെയിനായിട്ട് എന്നെ സെലക്ട് ചെയ്തത് ഒരു കേരള വൈബുള്ള ഒരു കുട്ടിയായിട്ടാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇത് കണക്കൊരു സെറ്റ് സാരിയൊക്കെ കൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. അപ്പം അതൊക്കെ കൊടുത്തിട്ട് ഒരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. പിന്നെ ഈ റൂമിലെ ലൈറ്റിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ കയ്യിൽ മേക്കപ്പ് സാധനം ഇല്ല, ഫൗണ്ടേഷൻ ഇല്ല. ഫൗണ്ടേഷൻ ഇല്ലാതെയാണ് ഞാൻ ഒരുങ്ങാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടോണറായിട്ട് മുടി ഒന്ന് കെട്ടട്ടെ, ഒരു മിനിറ്റ്. ഇപ്പം മറ്റേ പിച്ചക്കാരി ലുക്കുണ്ട്, ഇത് മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ മുടി കിട്ടിയാലോ, പക്ഷെ എനിക്ക് നെക്ക് പീസ് ഒന്നുമില്ല. അപ്പോൾ ആദ്യം ടോണറായിട്ട് ഞാൻ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഫാർമസിയിൽ നിന്ന് മേടിച്ച നോർമൽ റോസ് വാട്ടറാണ്. ഇതെന്തു ഈ കൊമ്പ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ലെന്നല്ല, ടോണർ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ അങ്ങ് വിടും. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതേ ഞാൻ പോയി ഒരു കണ്ണാടി സെറ്റ് ആക്കട്ടെ. എനിക്ക് ഈ ഫോണിൽ നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഒരു കണ്ണാടി സെറ്റ് ആക്കട്ടെ. നല്ല വൈബാ. കണ്ണാടി ഉണ്ടെങ്കിലേ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ബോധമില്ലാതെ ആയിരിക്കും. അതേ ബോധമില്ല. നാളെ പരീക്ഷയാണ്. നാളെ ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം വന്നത്. പിന്നെ സെലക്ട് ചെയ്തുകൊണ്ട് പോവാന്ന് വിചാരിച്ച്. ഇത്ര ആൾക്കാരിടയ്ക്ക് എന്നെ സെലക്ട് ചെയ്തല്ലോ, അതന്നെ വലിയ കാര്യം. ഓക്കെ, അങ്ങനെ പിന്നെ മോയ്സ്ചറൈസർ പോൺസിന്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോൺസിന്റെ മോയ്സ്ചറൈസർ തീർന്ന്. ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, കാരണം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ വരണ്ട് പൊട്ടും. ഗാർണിയറിന്റെ ഒരു ക്രീം ഉണ്ടായിരുന്നേ, അതെവിടെയെന്ന് അറിയാൻ വയ്യ. തപ്പണം. ഇത് കുറച്ചു നേരം എല്ലാത്തിനും ഒരു 2 മിനിറ്റ് സമയം കൊടുക്കണം, കാരണം അത് പിടിക്കണ്ടേ മുഖത്ത്. ഇത് മോയ്സ്ചറൈസർ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇവിടെ മോയ്സ്ചറൈസർ ഇടുന്നതും അപ്പോഴേ കഥ കഴിഞ്ഞു. അപ്പം ഞാൻ പോയി ആ ഒരു ഗാർണിയറിന്റെ ഒരു ക്രീം സെറ്റ് ആക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കും. അപ്പം ഞാൻ ഗാർണിയറിന്റെ ക്രീം അതിനകത്തുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇടുന്നത് മമ എർത്തിന്റെ ഒരു വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ക്രീമാണ്. അതിട്ടില്ലെങ്കിൽ എൻ്റെ മുഖം ഇവിടെ തണുപ്പായതുകൊണ്ട് ഫുള്ള് നശിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചതും കൂടെ ഇടാമെന്ന്. ഇത്തിരി ഗ്ലോയിങ് കാണും മുഖത്ത്, കാരണം ഗാർണിയറിന്റെ ആ ക്രീം ഇത്തിരി ഡ്രൈയിങ്. അപ്പോൾ ഒന്നാമത് ഇവിടെ തണുപ്പാണ്. അതിൻ്റെ ഉള്ളിൽ അതും കൂടി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയത്ത പോലും ഇല്ല. അയ്യോ, ഇത് മോയ്സ്ചറൈസറിന് പകരം ഇടുന്ന സാധനമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇത് മാത്രം താങ്ങൂല. അപ്പൊ ഈ സമയത്ത് ഇത് മുഖത്ത് പിടിക്കുന്ന സമയത്ത് ലിപ് ബാം ഇടാം. ഞാൻ ഇടുന്നത് ഹിമാലയയുടെ ലിപ് ബാമാണ്, നോർമൽ ഹിമാലയയുടെ ലിപ് ബാം. ഹിമാലയയുടെ ലിപ് ബാം ഒക്കെ തണുത്ത് ഉറഞ്ഞിരിക്കുക. എടുത്ത് കോക്കനട്ട് ഓയിലിന്റെ ഒക്കെ അവസ്ഥ പിന്നെ ചിന്തിക്കാൻ പോലും ഇല്ല. കാണിച്ചു തരാം. ഇതാണ് കോക്കനട്ട് ഓയിൽ. ഇതാണ് കോക്കനട്ട് ഓയിലിന്റെ അവസ്ഥ. അത്ര തണുപ്പാണ്. ഇപ്പം ഇവിടെ 10 ഡിഗ്രി ഒക്കെ കാണും. 15 ഡിഗ്രി അത്രയും, അത് കൂടത്തില്ല. രാത്രിയൊക്കെ ആകുമ്പോൾ 7 ഡിഗ്രിയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കും ഒരു സൈഡ്. ജീവിതം. ഇവിടുത്തെ ചൂടത്ത് ഞാൻ വിചാരിച്ച് ഇത് ഗാർണിയറിന്റെ വിറ്റാമിൻ സിയുടെ ക്രീമാണ്. ഇവിടുത്തെ ചൂടത്ത് ഞാൻ വിചാരിച്ചു തണുപ്പത്തെ ഞാൻ പൊളിക്കും. തണുപ്പത്ത് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. വിറ്റാമിൻ സിയുടെ ക്രീമൊക്കെ ഐസായി. അപ്പൊ ഞാനിവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ ചൂടാകുമ്പോൾ ഭയങ്കര ചൂടും, തണുപ്പാകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു തണുപ്പ് കാലമൊക്കെ വരട്ടെ, ഞാൻ മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൊളിക്കുന്ന. ഇപ്പൊ ഒരു 5-6 ഡ്രസ്സ് ഇട്ടുണ്ടാകുന്നത്. എന്തായാലും ഡ്രസ്സ് ഇട്ട് പൊളിക്കുന്നുണ്ടോ? 5-6 ഡ്രസ്സൊക്കെ ഇടാതെ
പുറത്തിറങ്ങാൻ പറ്റൂല. ഇനിയിപ്പോ ഞാൻ ഈ സാരി എടുത്തോട്ട് എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ്. കാരണം സാരിയുടെ കൂടെ ജാക്കറ്റ് ഒക്കെ ഇട്ട കോമഡി ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് തണുപ്പ് ആവുന്നതിന്റെ മുന്നേ, ലൈക്ക് ആദ്യമൊക്കെ തണുപ്പുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കയ്യിൽ വിന്റർ വെയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജാടയിലൊക്കെയാണ് നടന്നത്. എത്തിനിക്ക് വേറെ കോട്ടനൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. അപ്പൊ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും, അപ്പൊ എന്തൊരു ജീവിതമെന്ന് പറഞ്ഞിട്ട്. അതിനെന്ത് എനിക്ക് നല്ല പണി കിട്ടി. ഞാൻ രണ്ടാഴ്ച ഞാൻ റൂമിൽ കിടപ്പിലായിരുന്നു, പനി പിടിച്ചിട്ട്. ഞാൻ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ എന്റെ വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇത്ര ചെയ്യാൻ അറിയത്തുള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇനി ചിന്തിക്കാനില്ല. മുഖത്ത് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഐബ്രോസ് ആണ്. ഐബ്രോസ് ചെയ്യാൻ എനിക്ക് ദൈവം പണ്ടേ ഒരു കഴിവ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായി ഐബ്രോസ് ചെയ്യുമെന്ന് ഞാൻ തന്നെ അവകാശപ്പെടുന്നു. സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. പിന്നെ സൂര്യനെ കണ്ടിട്ട് 5-6 ദിവസമായി. എന്നാലും എനിക്ക് സൺസ്ക്രീനാണ് മറന്നുപോയി. ഇനിയിപ്പോ ഇത് മായ്ക്കണമെന്ന് എനിക്കറിയ. അപ്പം ഐബ്രോസ് എഴുതാൻ ഒരു പ്രത്യേക കഴിവ് എനിക്ക് തന്നിട്ടുണ്ട് ദൈവം. അപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ അറിയില്ല. ഓക്കെ, ഇന്നലെ പോയ ഐബ്രോസ് എടുത്തിട്ട് അവര് ഭയങ്കരമായിട്ട് കട്ടി കുറച്ച് തന്നു. അപ്പൊ ഞാൻ കുറച്ച് കട്ടി കൂട്ടിയിട്ട് എഴുതാന്ന് വെച്ചിരിക്കുവാണേ. അതാണ് എൻ്റെ മുഖത്തിന് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ മറ്റേല്ല LKG എഴുതുന്ന പോലെ മറ്റേ കുളവാക്കി ഫുൾ ആദ്യം മുതലേ ഞാൻ ആദ്യത്തെ ഭാഗം അങ്ങ് വിടും, എന്നിട്ട് ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഐബ്രോസ് എഴുതുമ്പോഴേ മുഖത്ത് കണ്ട ഡിഫറൻസ് ഉണ്ട. കഴിവുള്ളവള് തന്നെ. അപ്പുറത്തും കൂടി എഴുതുവാണ്. സാധാരണ ഞാൻ ഈ സ്കിൻ കെയർ ചെയ്തിട്ട് ഗാർണിയറിന്റെ ക്രീമൊന്നും ഇടത്തില്ല. കോളേജിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് എഴുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ പോകും. അതാണ് സമയം കിട്ടാറില്ല, അതാണ് മെയിൻ. ഞാൻ ഐബ്രോസ് എഴുതിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഐബ്രോസ് എഴുതിയിട്ട് ഒന്ന് ചീപ്പി കൊടുക്കും. അപ്പോൾ ഈ എക്സ്ട്രാ എവിടെങ്കിലും കട്ടിയായിട്ട് കിടക്കുന്നത് അങ്ങ് മാഞ്ഞു പൊക്കോളും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണെഴുതും. നമുക്ക് ഞാൻ ഐ ഷാഡോ ഇടണോ? ഐ ഷാഡോ എനിക്ക് അറിയത്തില്ല, ലൈക്ക് മിക്സ് ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ ഐ ഷാഡോയുടെ ഒരു പാലറ്റ് ഉണ്ട്, ഞാൻ നോക്കട്ടെ. നോക്കിയിട്ട് ഐ ഷാഡോ പാലറ്റ് കാണുന്നില്ല. എന്തേ ഇത് എവിടെ കൊണ്ടുവന്ന് വെച്ചോ എന്തോ. ഇനിയിപ്പോ നമുക്ക് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങ് ഇട്ടാലോ? ഇപ്പൊ ഐ ഷാഡോ ഇട്ടില്ലെന്നും പറഞ്ഞ് ഭൂമി ഇടിഞ്ഞ് വീഴാനൊന്നും പോണില്ല. എന്നാലും ഒരു ഷൂട്ടൊക്കെ അല്ലേ. എൻ്റെ ഒരു പിങ്ക് ആണോ ബ്രൗൺ വേണോ? ബ്രൗൺ എടുക്കാം അല്ലേ. എന്നാലും എൻ്റെ 2 ഐ ഷാഡോ പാലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചൊരു ന്യൂഡ് കളർ എടുത്തിടാന്ന് വിചാരിച്ച്. കുഴപ്പമില്ല, എൻ്റെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ഉണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണേ. കുറച്ച് ഇടാവുന്നത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. സ്റ്റിൽ നോക്കാം. അത് ഈ ഐ ഷാഡോ ഒക്കെ മേടിച്ചിട്ട് ഞാൻ ഇടത്തില്ല. കാരണം കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട് ഐ ഷാഡോ ഒക്കെ. പക്ഷെ എനിക്കിത് ഇട്ട കുളമാവുമെന്ന് പേടിയാണ്. കാരണം എനിക്ക് തന്നെ ഒരു വിചാരമുണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ലെന്ന്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഈ ലൈറ്റ് ഇടുമ്പോഴോ? ഈ ലൈറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ വെട്ടമുണ്ടല്ലേ. ഓക്കെ, നേരത്തെ എങ്ങോട്ടായിരുന്നു. ഇനി ഐലൈനറാണ് എഴുതാൻ പോണത്. ഐലൈനറൊക്കെ കൈ കൊണ്ട് എടുത്ത കാലം ഞാൻ മറന്നു. ഐലൈനർ ഒന്നും എഴുതാൻ സമയമില്ല ഇപ്പോൾ. ഐലൈനർ ഞാൻ ജസ്റ്റ് നോക്കട്ടെ, എനിക്ക് പ്ലാൻ ഒന്നുമില്ല. ഇങ്ങനൊരു വിങ് ഇട്ടിട്ട് മുകളിൽ മാത്രം എഴുതാം. കണ്ണാടി അടുത്തോട്ട് വെക്കണം. കണ്ണത് ഇങ്ങനെ എഴുതി. താഴെ എഴുതിയല്ലേ കണ്ണങ്ങ് കുഞ്ഞായി പോകും കേട്ടാ. അതുകൊണ്ട് ഞാൻ താഴെ എഴുതുന്നില്ല. അടുത്തത് നമുക്ക്
ഇതെടുക്കാം, ഐലാഷ് കളർ എടുത്തിട്ട് 10 സെക്കൻഡ് വയ്ക്കുക. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല, കാരണം ഐലാഷ് ഉള്ളവർക്കല്ലേ മാറ്റം വരുള്ളൂ. എനിക്ക് വരുമോ? പിന്നെ അടുത്തത് എൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. ഇതാണെങ്കിൽ ഇട്ടാ പിന്നെ പോവില്ല. മാർസിന്റെ മസ്കാരയാണ്. മസ്കാര നല്ലതായിട്ടിടാം, അപ്പം ഇത്തിരി ഉണർന്ന് കണക്കിരിക്കും. കണ്ണിൽ മറ്റേ ഡാർക്ക് സർക്കിൾസ് പോലെ അല്ലേ? ഇപ്പൊ തന്നെ ഒരു മേന വന്നിട്ടുണ്ട്, പക്ഷെ ഈ ഡാർക്ക് സർക്കിൾസ് ആണ് പ്രശ്നം. ഇനി അടുത്തത് എൻ്റെ മെയിൻ സാധനമാണ് ബ്ലഷ്. ഞാൻ ബ്ലഷ് ഒരു DIY കണ്ടിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, പക്ഷെ ഇത് കാലിയായി. ഇതിടുമ്പോൾ എൻ്റെ ചീക്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കും. ഈ ഗാർണിയറിൻ്റെ ആ ഒരു ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നങ്ങ് ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ ഇടാൻ പ്ലാനുള്ളവർ നല്ലോണം മോയ്സ്ചറൈസർ തേച്ചിട്ടിടാം. നല്ലതാണ് കേട്ടോ സ്കിന്ന്. നമുക്ക് അതിനകത്ത് SPF അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് സൺസ്ക്രീൻ എന്തായാലും ഇടണം. നാട്ടിലെ ക്ലൈമറ്റിൽ ഇടണം. ഇത്തിരി അധികം ഇടാം ബ്ലഷ്. ഇവിടെ എക്സാം ആയണ്ടേ ഡാർക്ക് സർക്കിൾസ് ആണ് കേട്ടോ. അത് ഹൈഡ് ചെയ്യാൻ എനിക്കറിയത്തില്ല. നാട്ടിലാണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. എല്ലാം അറിയാൻ പറ്റണുണ്ടോ? ചുമന്നിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും. അത് ഇത്രയെങ്കിലും ഇടണം, അല്ലെങ്കിൽ നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോഴേ പോകും. കുറച്ച് നല്ല ബ്ലെൻഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. ഒരു ദിവസം ഞാൻ ഇതിട്ടുകൊണ്ട് കോളേജിൽ പോയി. അപ്പം എൻ്റെ ഒരു ജൂനിയർ കൊച്ചു വന്നിട്ട് പറഞ്ഞ്, ചേച്ചി ഇവിടെ കുറച്ചധികമായിരിക്കുന്നു. എനിക്കും എന്നെ ഭയങ്കര തൊലിക്കെട്ടിയുണ്ടതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് താങ്ക് യു മോളെ എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. ബാക്കിയുള്ള ബ്ലഷ് ഇത്തിരി കണ്ണിൻ്റെ മുകളിൽ കൊള്ളിടാം. ഓക്കെ, ഇനി നമ്മളുടെ മെയിൻ സാധനമാണ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ലിപ് ബാം തുടയ്ക്കണം. ഓക്കെ, എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ഇടാനാണ്. കാരണം കണ്ണങ്ങനെ അധികം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു വൈൻ കളർ ഇടാമെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല. ഇനി നമുക്ക് എല്ലാരും പോലെ അല്ല, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടേ ലിപ് ലൈൻ ചെയ്യത്തുള്ളൂ. കാരണം ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കാണത്തില്ലേ, അത് ഞാൻ ലിപ് ലൈനർ വെച്ചിട്ടങ്ങ് ഫില്ല് ചെയ്യും. അങ്ങനത്തൊക്കെ ഒരു കുസലം. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, കാരണം ഷാർപ്പനർ ഇല്ലല്ലോ. ഷാർപ്പനർ അതേപോലെ തന്നെ അതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡുണ്ട്, അത് വെച്ചിട്ട് വരയ്ക്കാം. ഷാർപ്പനർ ഉണ്ട്. ഇനി അടുത്ത ചെയ്യുന്നത് മുടി കൊഴിയുന്നതിന് കണക്കില്ല. ഇതിപ്പോ എന്തിനാ കൊഴിയുന്നതെന്ന് എനിക്കറിയില്ല. മുടി കൊഴിയുന്നതിന് കണക്കില്ല കേട്ടോ. ഈ നാട്ടിൽ വന്നിട്ട് വേണം മുടിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്. ഇത്രയും കൊഴിഞ്ഞ് ഇന്ന് രാവിലെ. എന്തൊക്കെ തരം ടെൻഷനൊന്നുമില്ല, പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെതാ ഇവിടെ കണ്ട കേറി. അയ്യോ എൻ്റെ പൊന്നെ,
ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ കോട്ടയ്ക്കലിൽ ആയുർവേദ അവിടെ കൊണ്ടേക്കാം. എന്ത് പൊന്നളിയാ, അയ്യോ എൻ്റെ മുടി മൊത്തം പോണ് ഈശ്വരാ. എനിക്ക് പോലും തിന്നാനില്ലാത്തപ്പോഴും ഞാൻ നാട്ടിൽ ഇരിക്കുമ്പോൾ മുടി തേക്കുന്നതായിരുന്നു. ഞാൻ പോലും തിന്നത്തില്ലായിരുന്നു, മുടി തിന്നട്ടെന്ന് വിചാരിച്ച്. അതും പോയി. ഇങ്ങനെ പോയാൽ ഞാൻ മുട്ടയാവും. എനിക്ക് വയ്യതാ. ഇതെന്തുവായത്? ഇങ്ങനെ കിട്ടും മുടി ഇങ്ങനെ ഇത്ര കൊഴിഞ്ഞ? നാട്ടിലൊക്കെ വരുമ്പോ ഷൂട്ടുള്ളതാ. ഇപ്പൊ ടെൻഷൻ അടിച്ചാൽ അതും കൊഴി ഉള്ളത്. എന്നിട്ട് ഞാൻ മിഡിൽ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു സ്ലീക്ക് ബൺ പോലെ വല്ലതും ചെയ്യാം. നോക്കട്ടെ. എനിക്ക് മുടി കെട്ടാൻ കഴിവില്ല. അത് പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ഫ്രണ്ട് ഇത്തിരി ചുരുണ്ട് തുടങ്ങി കേട്ടോ. അപ്പം വേറെ ഒരു ഫാഷൻ എനിക്ക് മുടിക്കാതെ കാണിക്കാൻ പറ്റത്തില്ല. എല്ലാ കുപ്പിയും പാട്ടും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നോക്കട്ടെ. എന്നിട്ട് ബാക്കിൽ എൻ്റെ ഒരു സാധനം ഇരിപ്പുണ്ട് ബാക്കിൽ വെക്കാനായിട്ട്. ഒരു മുല്ലപ്പൂവിൻ്റെ പോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ. അത് വെച്ചിട്ടൊരു ബൺ പോലെ ചെയ്യാം. മുടി ഞാൻ കിട്ടി. കാരണം എനിക്ക് അതായത് ക്യാമറയിൽ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഞാൻ വിചാരിച്ചു പുട്ടപ്പ് പോലെ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ സൈഡിൽ പിന്നീട് പുട്ടപ്പ് പോലെ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ എനിക്ക് പിന്നീട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വെച്ച് പിന്നെ ഇട്ടിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ എന്തെങ്കിലും ഉണ്ടെന്ന്, അത് വെച്ചു. പിന്നെ സ്ലീക്കായിട്ടുള്ളൊരു ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. എനിക്ക് ഇതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അതിനി നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പഠിക്കാൻ പറ്റുമെന്നും അറിയില്ല. ബുദ്ധി വേണം ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ. എനിക്കതില്ല. അപ്പോൾ ഹെയർ സ്റ്റൈൽ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് പൊട്ടിടുക. ബ്ലാക്ക് പൊട്ടായിരിക്കും ഒബ്വിയസ്ലി നല്ലത്, അല്ലെങ്കിൽ റെഡ്. പക്ഷെ ബ്ലാക്ക് ഇടുന്നതിനോടാണ് എനിക്ക് താല്പര്യം. കുഞ്ഞ് ബ്ലാക്ക് പൊട്ടിടാം. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കഴുത്തിലിടാനൊന്നുമില്ല. അതുകൊണ്ട് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങിടാന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇനി ഇടാനുള്ളത് ഈ മുടി വെച്ചങ്ങ് കവർ ചെയ്താലോ. പക്ഷേ ഈ ഹെയർ ബാൻഡ് കാരണം അതൊരു അനാവശ്യ കളർ, ഒരു പിങ്ക് കളറാണ്. ബ്ലാക്ക് കളർ എൻ്റെ ഇല്ല. ഇൻവിസിബിൾ ആയിട്ടുള്ള യൂപ്പിൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഇൻവിസിബിൾ യൂപ്പിൻ ഇല്ല. പിന്നെ അഴിഞ്ഞു പോകാൻ നല്ല വഴിയുണ്ട്, എന്നാലും മൈൻഡ് ചെയ്യണ്ട. ഇനി കമ്മലാണ്. എനിക്കറിയത്തില്ല ഇത് കമ്മലിടുമോ. ഒരു മിനിറ്റ്. ഇങ്ങനെ ഇടിക്കണം മുടിയല്ലേ. അടുത്തത് കമ്മല് നമ്മൾ നോക്കട്ടെ. കമ്മല് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കമ്മലിടും. പക്ഷെ എൻ്റെ കഴുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പോലെ അല്ലേ. ഈ ഒരു പിന്നല് മാറ്റിയിട്ട് പിന്നലിങ്ങനെ ഇട്ടില്ലെങ്കിലും പ്രശ്നം. സമയം പോയി ഗൈസ്. ഞാനിപ്പം കുപ്പിവള ഇട്ട് മുടി ഈ ഒരു സിൽവർ സാധനം വെച്ചിട്ട് മുടി ഒപ്പിച്ച്. പക്ഷെ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ട്. പക്ഷെ എനിക്കിത് കെട്ടാൻ അറിഞ്ഞൂടാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മുടിയൊക്കെ കൊഴിഞ്ഞു പോണ്. ചേട്ടാ ചെരുപ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി ഷൂട്ട് ചെയ്തിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ വഴിയില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, ലൈക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇവിടെ വെച്ച് ഈ പരിപാടി നിർത്താനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ കുറച്ച് ബിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും പോയി അതും കൂടെ കാണാം. ഹായ് ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇട്ടേക്കുന്നത്. ഇപ്പം അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുവാണ്. എൻ്റെ കൂടെ ആരാ ഉള്ളത്?
ധൈര്യത്തിന് കൂട്ടിയതാ. വീട്ടിൽ ഇരിക്കുന്ന വേഷത്തിലിങ്ങ് ഇറങ്ങി നമ്മള് രണ്ടും കൂടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. അവര് കുറച്ച് സ്ക്രിപ്റ്റ് മറ്റേ ChatGPT കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അയച്ചത്. ഒരു ചെറിയ ചോറ് ഇരുമ്പെന്നൊക്കെ, ഒരു ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു കൂട്ടുകാരിനെയും കൂടെ കൂട്ടിയിട്ട് തൊലയ്ക്കണം, ഈ ഷൂട്ട് തൊലയ്ക്കണം. ഒരു മേല വിളിക്കരുത്, ആ മാതിരി വാക്ക്. ഡയലോഗ് ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്, അത് ഫുള്ള് പൊട്ടത്തെറ്റാണ്. അപ്പം തിരുത്തുവാണ് പുള്ളിക്കാരി. അറിവിന്റെ നിറ കൂടാമ. അല്ലെങ്കിൽ പിടികൊട്ടിയതുമായ പ്ലാനുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സമയമായി. കാരണം സമയായി സമയമായി. കാരണം ഇതാ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നു. ഇത് ക്യാൻസർ പോലുള്ള ആരോഗ്യ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇതാ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു 100% ശുദ്ധമായ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ. ഇതിന് ബാക്കി ഫുള്ള് വെട്ടിയ ഇരുമ്പ്, ശുദ്ധമായ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച, ശുദ്ധമായ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചൊക്കെ ഇവിടെ നിർമ്മിച്ചൊരു താഴെയുണ്ട്. കൊറേ വെട്ടിക്കളഞ്ഞില്ലേ? ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് വരട്ടെ, ഇവിടെ പഠിപ്പിച്ചു കൊടുക്കട്ടെ ഞാനിവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളായിരുന്നു. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ബായ്.